നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എഡ്യൂക്കേഷണൽ സംവിധാനമുണ്ട്. അതായത് പല സ്ട്രീംസ് ഉണ്ട്. ഇത് ഓരോ സ്ട്രീമിനും ഓരോ ആശയങ്ങളും ഓരോരോ ഐഡിയോളജിയുമാണ് ഉൾക്കൊള്ളുന്നത്. ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് സ്റ്റേറ്റ് സിലബസ് ആണ്. സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത് ഇപ്പം പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഡിമാൻഡിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്. അതായത് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബേസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലികളാണ്. അപ്പം ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പം ജോലിയിലേക്ക് എത്താൻ വേണ്ടി, ഗവൺമെൻറ് സർവീസുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അതിനകത്തെ ഫോക്കസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് സിലബസ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ CBSEയും ICSEയുമാണ്. CBSE എന്ന് പറഞ്ഞാൽ എന്താണ്? CBSE സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷനാണ്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള 2 പ്രൈവറ്റ് ബോർഡുകളാണ്. അപ്പം അവരുടെ CBSEയുടെ ലക്ഷ്യം എന്ത് പറഞ്ഞാൽ അത് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്തമാറ്റിക്സിനും സയൻസിനും ആയിരിക്കും. ബാക്കിയുള്ളതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് വളരെ കുറവായിരിക്കും. അതിൻ്റെ ബുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നോക്കാം, ഏറ്റവും കൂടുതലും ഏറ്റവും വലുതും മാത്തമാറ്റിക്സും സയൻസും ആയിരിക്കും. കാരണം അത്രയും പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഫാക്ച്വൽ ബേസ് ആണ്. അതായത് ഫാക്ച്വൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫാക്ട്സുകളെ ഇങ്ങനെ അക്കമിട്ട് നിരത്തിയേക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരിക ചെയ്യുന്നത്. അപ്പം വൈഡ് നോളജാണ്. എന്നാൽ ഇത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇത് ഫാക്ച്വൽ തിയറികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് വൈഡ് നോളജാണ്, ഗഹനമായ പഠനം വേണം. അതാണ് ഇതിൻ്റെ കുഴപ്പം. അടുത്തതാണ് ICSE എന്ന് പറഞ്ഞാൽ CBSEയിൽ എല്ലാ ലാംഗ്വേജിനും ഒക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു, സയൻസ് സബ്ജക്റ്റുകൾക്കൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ICSEയിലേക്ക് വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം വേറെ ഒന്നിനും അത് ഫോക്കസ് കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിന് മാത്രമാണ് ICSE പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് നല്ല പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ബാക്കി എല്ലാ സബ്ജക്റ്റിനെയും പഠിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡീപ്പായ പഠനം തന്നെയാണ്, കാരണം കുറച്ചും കൂടി ഫാക്ച്വൽ ബേസ്ഡ് തന്നെയാണ്. പക്ഷേ തിയററ്റിക്കലായിട്ട് ഒരു ചെറിയ പ്രാധാന്യമൊക്കെ ഇതിന് കൂടുതൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത് പൊതുവെ നോളജ് ബേസ്ഡ് ആണ്, ഫാക്ച്വൽ ബേസ്ഡ് ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നേക്കുന്ന 2 എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒന്ന് കേംബ്രിഡ്ജ്, അടുത്തത് IB. കേംബ്രിഡ്ജിൻ്റെ ഇതിന് പറയുന്നത് IGCSE എന്നാണ്. അപ്പം കേംബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്, ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. അതായത് ബാക്കി രണ്ടും നമ്മൾ ആദ്യം സ്റ്റേറ്റിൻ്റെ ഡിമാൻഡാണ് നമ്മൾ കണ്ടതെങ്കിൽ രണ്ടാമത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഡിമാൻഡ്, അതായത് ഇന്ത്യയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളാണ് CBSEയും ICSEയും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിൽ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ICSE ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ മാത്രമേ നമുക്ക് ICSEയിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ കേംബ്രിഡ്ജിൻ്റെ ഒരു എക്സാം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, അത് ഒരിക്കലും ഒരു ഫാക്റ്റ് ബേസ്ഡ് അല്ല. ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് നോളജ് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. പക്ഷേ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പം നമുക്ക് ഫണ്ടമെൻ്റൽ ബേസിൽ നിന്നല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം ആ കാര്യത്തെക്കുറിച്ച് അല്ലെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഡീപ്പ് നോളജാണ്. അത് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഡീപ്പ് ലെവലിലേക്കാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഡീപ്പ് ലെവലിൽ ചെന്നിട്ട് അത് മേളിലേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കി എസെൻഷ്യലായ ഘടകങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ടി വരും. അങ്ങനെയാണ് കേംബ്രിഡ്ജിൻ്റെ എക്സാം പോകുന്നത്. ഇപ്പോൾ ഒരു ILTS ഒരു കേംബ്രിഡ്ജ് നടത്തുന്ന എക്സാമാണ്. അതിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന പോലെ പ്രസൻറ്റ് ടെൻസ് എന്നാ, പാസ്റ്റ് ടെൻസ് എന്നാ, ഫ്യൂച്ചർ ടെൻസ് എന്നാ, പാസീവ് എന്നാ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒരു ചോദ്യവും ചോദിക്കത്തില്ല. കേംബ്രിഡ്ജ് നല്ലൊരു കട്ട സെൻറ്റൻസിങ് തരും. അതാണ്, സ്ട്രോങ് സെൻറ്റൻസ് തരും, അല്ലെങ്കിൽ സ്ട്രോങ് പാരഗ്രാഫുകൾ തരും. ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്.
നമ്മുടെ റിസർച്ചുകളിലൂടെ നമ്മുടെ ബാക്കിയുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ ഒരു കോഴ്സ് നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പം എന്താണ് കൊച്ചിന് വളരുന്നത്? കൊച്ചിന് ഒരു ലാംഗ്വേജിൻ്റെ CBSEയിലൊക്കെ ICSEയിലൊക്കെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം റൈറ്റിങ്ങിന് ഒരു 80% മാർക്കും ബാക്കി സ്പീക്കിങ്ങിനും ഒക്കെ ഒരു 20% മാർക്കേ വരത്തുള്ളൂ. പക്ഷേ കേംബ്രിഡ്ജിലോ സ്പീക്കിങ്, റൈറ്റിങ്, റീഡിങ്, ലിസണിങ്, ഒരു ലാംഗ്വേജാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 4ലും പ്രധാനപ്പെട്ടതാണ്. 4ൽ ഒരെണ്ണം പോയാൽ പോയി. പിടികിട്ടിയോ? ഇങ്ങനെയാണ്, കംപ്ലീറ്റ് നോളജാണ്. ആ സാധനത്തെക്കുറിച്ച് ഒരു ലാംഗ്വേജ്, ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രഞ്ച് ലാംഗ്വേജിനെ കുറിച്ചുള്ള സമഗ്രമായ നോളജ് ഉണ്ടാവും. അതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആകുന്നത്. കാരണം എന്ത് കാര്യത്തെക്കുറിച്ചും ആ കൊച്ചിനെ എല്ലാം അറിയാം. അപ്പം അതിന് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേംബ്രിഡ്ജിൻ്റെ IELTS എക്സാം എന്ന് പറയുന്നതൊന്നും കേംബ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു കൊച്ചിന് ഒരു പ്രശ്നമേ അല്ല. കാരണം അവനതൊക്കെ വെറും പ്രൈമറി എഡ്യൂക്കേഷനാണ്, ചുമ്മാ പുല്ല് പോലെ പാസ്സാവും. പക്ഷേ CBSEയും ICSEയും പഠിച്ച പിള്ളേർക്കോ ശരിക്കും നിന്ന് കുഴയും, ശരിക്കും കഷ്ടപ്പെടും. അവർക്ക് കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ഉണ്ട്. മറ്റേ പുള്ളിക്ക് കഷ്ടപ്പെടാനൊന്നുമില്ല, നേരെ വന്ന് എക്സാം എഴുതിയാൽ പാസ്സാവും. പിന്നെ അടുത്തതാണ് IB എന്ന് പറയുന്നത് ശരിക്കും ഡീപ്പ് ലെവലാണ്. അത് ഇൻ്റർനാഷണൽ ലെവലാണ് സംഭവം. അതുകൊണ്ട് ഈ കേംബ്രിഡ്ജ് പോലെ തന്നെ സമഗ്രമായ നോളജ് വേണം. അതായത് പഠിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും. അതിനെക്കുറിച്ച് ഡീപ്പ് നോളജ് ആയിരിക്കും, ഡീപ്പ് പഠനമായിരിക്കും. ഇനിയിപ്പം ഒരു 3 ഗ്രേഡ് ഉണ്ടായിട്ടാണ് അതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ആദ്യത്തെ ഗ്രേഡിൽ നമുക്കൊരു 6 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. 6 സബ്ജക്റ്റിലും നോളജ് ഉണ്ടാകണം. 6 സബ്ജക്റ്റിനെ കുറിച്ചും ഡീപ്പ് നോളജ് ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ എക്സാം പാസ്സാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് IB ഡെവലപ്പ് ചെയ്യുന്നത്. IB ആണ് ഇതിനകത്ത് ഏറ്റവും കോസ്റ്റ്ലി. കേംബ്രിഡ്ജ് 2ാമത് വരും. ബാക്കി 2ഒക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അതിൻ്റെ നാഷണൽ ലെവൽ. സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പെൻസേ ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു സ്ട്രക്ചർ. ഇതെല്ലാം നിൽക്കുന്നത് അവരവരുടെ ഒരു എബിലിറ്റി മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. കൊച്ചിന് ഡീപ്പ് ലെവലിലുള്ള നോളജ് വേണോ, അഗാധമായ പഠനങ്ങളിലേക്ക് പോകണോ, IB വേണം. കാരണം അയാൾക്ക് അത്രയും സ്കില്ലുണ്ടാവണം. ഇനി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ പഠനവും ബേസിക് കാര്യങ്ങൾ നമ്മൾ തന്നെ പിടിച്ചും വളരാനുള്ളൊരു ശേഷിയുള്ളതാണോ? ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളയാളാണോ? ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നില്ല. ആ കൊച്ചിന് അതിനുള്ളൊരു സ്കില്ലുണ്ട്. കാരണം കൊച്ച് സ്വയം സംശയങ്ങൾ ചോദിച്ച്, ശരിക്കും പറഞ്ഞാൽ നല്ല എഡ്യൂക്കേഷനാണ് കേംബ്രിഡ്ജ് എന്ന് പറയുന്നത്. കേംബ്രിഡ്ജിൻ്റെ സ്റ്റാൻഡേർഡ് അറിയാലോ. അപ്പം ആ ലെവലിലേക്ക് കേംബ്രിഡ്ജ് എഡ്യൂക്കേഷനിൽ ചെന്നിട്ട് കൊച്ചിച്ച് പരാജയപ്പെട്ടു പോയാൽ പോലും അവൻ എത്തുന്നത് ഹൈ ലെവലിലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം കേംബ്രിഡ്ജ് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം റിസർച്ചുകളിലേക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള 3-4 യൂണിവേഴ്സിറ്റി വരുന്ന ഒന്നാണല്ലോ കേംബ്രിഡ്ജ്. അപ്പം അതിൻ്റെ ബേസ് അതിനുണ്ടാവും.